നന്നായി ശ്രീ ഷാബു പ്രസാദ് അദ്ദേഹത്തിന്റെ അറിവില്ലാതെ എക്സ്പോസ് നന്നായി. താങ്കളെ പോലല്ല ഞാൻ, താങ്കളുടെ നിലവാരമില്ലാത്തവരല്ല ഞാൻ. ഞാനൊന്ന് ഉറങ്ങിട്ട് വരാം. നിങ്ങളായിരുന്നു ബഹളം. അവിടെ ഉള്ളവരെ വെടിവെച്ച് കൊല്ലുന്ന കാര്യം പറഞ്ഞു. ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ ടേ ടേ എന്ന് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. മറ്റൊന്ന് ഇപ്പൊ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിന്റെ കാര്യം അദ്ദേഹത്തിന് കാലങ്ങളായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഈ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല എന്ന് ഞാൻ തുറന്നു. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? പക്ഷെ ഇവിടെ ഒരു കാര്യം, ഈ അദ്ദേഹം എന്താണ് പറഞ്ഞത്? രണ്ട് കാര്യമാണല്ലോ പ്രധാനമായിട്ട്. ഒന്ന്, അവിടെ ഉള്ളവരെ വെടിവെച്ച് കൊല്ലുന്ന കാര്യം പറഞ്ഞു. ഇത് അത് കഴിഞ്ഞ് പിന്നെ ഈ സ്ത്രീകളെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ്. എന്ന് അവന്റെ മുഖത്ത് നോക്കി ഒരു ആർട്ട് വെച്ച് കൊടുത്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതൊരു ഭാവനാത്മകമായ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതെ, ഇങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്ത് നമുക്ക് ഭാവനയെ കൂടെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ചിലപ്പോ തോന്നുന്നു ഇയാള് തത്വജ്ഞാനിയാണ്, ചിലപ്പോ കാമപ്രാന്തനാണ്. ശരിക്കും ആരാ ചേറ്റ? അവിടെ ഉയർത്തിയ ചില ബാനറുകൾ കണ്ടില്ലായിരുന്നു. ഇവിടെ പറയുന്നത് ശരിയല്ല, പക്ഷെ താൻ എന്ത് തേങ്ങാ കൊലയാണോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? അവിടെ നമ്മളെ പബ്ലിക്കായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ പറയാം, എന്നും പറഞ്ഞുകൊണ്ടുള്ള ബാനറുകൾ, ആഹ്വാനങ്ങളാണ് എഴുതി പിടിച്ചത്. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ. ചില പെൺകുട്ടികൾ അവരുടെ മേൽവസ്ത്രം പൊക്കി കാണിക്കുകയാണ് ക്യാമറയ്ക്ക് മുമ്പിൽ. നിന്നെ എന്റെ അടുത്തൊന്നും നിന്റെ ചെവിക്കനും അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. ഇതല്ലേ നിന്റെ മനസ്സിലിരിക്കുന്ന വൃത്തികിട്ട ദൂഷിപ്പ്? മഞ്ജുഷ മറുപടി പറയണം. ഏത് പെൺകുട്ടി അവിടെ മേൽവസ്ത്രം പൊക്കി കാണിച്ചത്? ഞാനൊന്ന് വേണ്ട ഞാൻ കണ്ടിട്ടില്ല. മഞ്ജുഷ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് ബോക്സിൽ ആ വീഡിയോ ഒക്കെ വരും. അല്ല തന്നെ നാട്ടുകാര് പ്രാകുന്നത് എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലേ കെട്ടി വെക്കുന്നത്? അതെന്റെ ജന്മ സ്വഭാവ. വീഡിയോ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഇതിലും വന്ന വാക്കുകളിൽ ഒന്ന് ഈ പറഞ്ഞ FUCK എന്നായിരുന്നു. എന്ത് വലിയ കണ്ടുപിടുത്തം അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ കണ്ടുപിടുത്തം ഏതെങ്കിലും ബുക്ക് സ്റ്റാളിന് അയച്ചു കൊടുത്താൽ തനിക്ക് നോബൽ സമ്മാനം കിട്ടും. ഞാനത് പറയില്ല, അത് വേറെ കാര്യം. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ടാ. എന്നെ ഭോഗിക്കൂ എന്ന് പറഞ്ഞ് ബാനർ എഴുതി പൊക്കി പിടിച്ചവരെ വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കുന്ന നീ ആടാ. നിന്റെ മനസ്സിലെ വൃത്തികെട്ട നീചമായ വാക്കുകളാണ് നീ ഇവിടെ ഉപയോഗിച്ചത്. അത് ശരിയാ. പതറിയ മനസ്സുള്ളവർക്ക് ഇങ്ങനെ വൃത്തികെട്ട രീതി ചിന്തിക്കാൻ പറ്റും. അത് ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് ഒരാള് വിചാരിച്ചാൽ, അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. പച്ചത്തെറിയ വായി വരുന്നേ. താങ്കളും ടി.ജിയുടെ വഴിയെ തന്നെ സഞ്ചരിക്കുകയാണല്ലേ? താങ്കളും ടി.ജിയുടെ വഴിയെ സഞ്ചരിക്കുകയാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ സലൂമിക്കിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കില്ല. ഞങ്ങളെ നീ വെറും മണ്ടന്മാരാക്കരുത്. ഞങ്ങളും കഞ്ഞിയുടെ വെള്ളം കുടിച്ചാണ് കഴിയുന്നത്. അല്ല, ഇത് ധാരാളമാണല്ലോ. താങ്കൾ ഈ പറഞ്ഞത് ധാരാളമായല്ലോ. അതല്ല ഉദ്ദേശം. അല്ലല്ലോ, ഞാനിവിടെ ഈ കാര്യങ്ങളെല്ലാം പറയണമല്ലോ. ഈ ഇങ്ങനെയുള്ള സമാനമായ കാര്യങ്ങൾ മുഴുവനും ഈ നാട്ടിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കാരണത്തിനാല് പെടാകൊള്ളാത്തതിന്റെ വിവരക്കെടാതാണ് ഈ പറയുന്നത്. ആ സമയത്ത് ഇവിടെ ആർക്കും ഒരക്ഷരം ഉണ്ടാകില്ലല്ലോ. സാർ, എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ശ്രീ ടി.ജി. മോഹൻദാസ് പറഞ്ഞതിനെ ന്യായീകരിച്ചുകൊണ്ട് ശ്രീ ഷാബു പ്രസാദ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? അദ്ദേഹം ആദ്യം മനസ്സിലാക്കേണ്ടത് FUCK എന്ന് പറയുന്ന വാക്ക് അതിന്റെ വാക്യാർത്ഥത്തിൽ എടുക്കേണ്ട ഒന്നല്ല. ഒരു നാണയത്തിന്റെ രണ്ട് വശവും നമ്മൾ നോക്കണമല്ലോ. അല്ലേ ചന്ദ്രൻ? അത് പൊതുവെ പുതിയ തലമുറ അല്ലെങ്കിൽ ഈവൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ജനറേഷൻ അവരുടെ സംഭാഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു നോർമൽ വേർഡ് മാത്രമാണ്. അത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് ഒരു 1000 ഇടത്ത് ഈ വാക്ക് ഉപയോഗിക്കുന്നത് കാണാം. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അത് നല്ല അടികൊള്ളാത്തതിന്റെ അവര് പെട്ടെന്ന് കഴ്സ് ചെയ്യുന്ന ഒരു വാക്കാണിത്. അല്ലാതെ അതിനകത്ത് ഈ പറഞ്ഞ അർത്ഥമോ അല്ലെ എന്നീ ഇതങ്ങ് ചെയ്തു കളയൂ എന്ന് പറയുന്ന അർത്ഥമൊന്നുമില്ല. മനസ്സിലായോടാ പന്ന പരട്ട പന്നി. തന്നെ പിന്നെ രണ്ടാമത് ശ്രീ ടി.ജി. മോഹൻദാസ് പറഞ്ഞ ഒരു കാര്യം, സമരം ചെയ്യുന്നവരെ ഞാൻ ആദ്യം വാർണിംഗ് കൊടുക്കും, പിന്നെ വെടിവെക്കും. ഇതൊക്കെ ഫാസിസ്റ്റ് ചിന്താഗതിയാണ്
സുഹൃത്തെ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. അതായത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൽ സമരം ചെയ്യുന്നവരെ അങ്ങ് വെടിവെച്ച് കൊന്നു കളയുക, പെണ്ണുങ്ങളാണെങ്കിൽ ബലാത്സംഗം ചെയ്ത് കളയുക, ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ ഫാസിസമാണ്. ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജനാധിപത്യ സമൂഹത്തിൽ നാളെ നിങ്ങളും പ്രതിപക്ഷമാവുന്നവരാണ്. അല്ലാതെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഭരിക്കുകയൊന്നുമില്ല. അപ്പൊ നാളെ വീണ്ടും പോയിന്റ് നാളെ നിങ്ങൾ പ്രതിപക്ഷമാകുമ്പോ, നിങ്ങൾ സമരത്തിന് ഇറങ്ങുമ്പോ നിങ്ങളെ വെടിവെച്ചാൽ കൊന്നാ മതിയോ? അല്ലെ നിങ്ങളുടെ സ്ത്രീകളെ ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്താൽ മതി? അതെന്ത് മോശം വർത്താനാണ് ഈ പറയുന്നത്? വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കടാ. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനും പറയാനും പാടില്ല. ഒരു ജനാധിപത്യ സമൂഹത്തിൽ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്. സമരം ചെയ്യുമ്പോൾ അതിനെ സമാധാനപരമായി തന്നെയും ചർച്ചകളിലൂടെയും സന്ധി സംഭാഷണങ്ങളിലൂടെയാണ് നേരിടേണ്ടത്. സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി. ഈ കാര്യത്തിൽ താത്വികാചാരനായ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു. കിട്ടിയല്ലോ, വേഗം ഇവിടുന്ന് പോവാം. ഇവരെ